കണ്ടിന്യൂസ് ആയിട്ടുള്ള റിഹേഴ്സൽ, അതിന് മുന്നേ ഒരു 2 ദിവസത്തെ വർക്ക്ഷോപ്പ്, അങ്ങനെ ഇതൊരു ഓരോ ദിവസവും ഒരു എന്താ പറയുക, ഇങ്ങനെ അത്ഭുതത്തോടെ ഇത് എന്താ ശരിക്കും സംഭവിക്കുന്നത് അങ്ങനെ ഞാൻ നോക്കി കാണുമായിരുന്നു. ബിക്കോസ് ഞാൻ വിചാരിച്ചിരുന്ന ഒരു രീതിയിലല്ല ഈ നാടകം ഉണ്ടായി വന്നത്. കാര്യം ഞങ്ങൾ തന്നെ ഓരോ റോഷൻ ഞങ്ങളെ ഗൈഡ് ചെയ്യുന്ന രീതി, ഞങ്ങൾക്ക് ഓരോ സീൻ തന്ന് ഞങ്ങളത് ഇംപ്രൂവ് ചെയ്ത് പുതിയതായിട്ട് ഉണ്ടാക്കി വന്ന് ഓരോ ദിവസവും എന്തൊക്കെയോ ഇങ്ങനെ പൊട്ടിമുളച്ച് വരുന്നത് പോലെയായിരുന്നു. ആൻഡ് ഇത് ആദ്യമായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ കൊച്ചി ക്ലബ്ബിലാണ് ഞങ്ങൾ ചെയ്തത്. അവിടെ ചെയ്തപ്പോൾ ആളുകളുടെ റിയാക്ഷനും ആൻഡ് നമ്മളവിടെ സ്റ്റേജിൽ ചെയ്യുമ്പോൾ അതൊരു റിഹേഴ്സൽ ചെയ്ത പോലെയല്ല, സ്റ്റേജിൽ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു എനർജിയും അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഞാനിങ്ങനെ ഭയങ്കര ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് ഇങ്ങനെ അന്തമിട്ട് നിൽക്കുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇത് തന്ന ഒരു അനുഭവം എനിക്ക് ജീവിതത്തിലെ കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല മൊമെൻറ്റുകളിൽ ഒന്ന് തന്നെയാണ്. ആൻഡ് ഇപ്പോഴും ഞങ്ങൾ വീണ്ടും വീണ്ടും റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ആദ്യം കണ്ടതിനേക്കാളും ചിലപ്പോൾ മികച്ചതായിട്ടായിരിക്കും ഇനി നിങ്ങൾക്ക് കാണാൻ കിട്ടുക. കാരണം ഇത് ഇനി ഞങ്ങൾ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കും, മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ വീണ്ടും വീണ്ടും നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, സിനിമ എല്ലാവരും കാണുന്നുണ്ടാവും, പക്ഷേ നാടകം, ഇതുപോലൊരു നാടകം കാണാൻ കിട്ടുക വല്ലപ്പോഴും ആയിരിക്കും. ആ അവസരം നിങ്ങൾ മിസ് ചെയ്യരുത്. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ചിരിക്കാനുണ്ടാവും, നിങ്ങൾക്ക് നൊമ്പരപ്പെടാനുണ്ടാവും, നിങ്ങൾക്ക് എന്താ പറയുക, ഒത്തിരി നൊസ്റ്റാൾജിയിലേക്ക് കണക്ട് ചെയ്യാനുണ്ടാവും. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് നിങ്ങളെ തേടി വന്ന് നിങ്ങളത് പിടിച്ചുലയ്ക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.